പത്രധർമ്മം ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു ക്ലിഫ് ഹൗസിന്റെ ഗേറ്റും തള്ളി തുറന്ന് അക്രമത്തിന് വന്നാ പിന്നെ പറ, ഞാൻ എന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? കന്റോൺമെന്റ് DCPയോട് തല്ലി ഒതുക്കിയേക്കാൻ പറഞ്ഞു. അയാൾ മിടുക്കനാ, പറഞ്ഞാ മെനക്ക് ചെയ്തോളും. ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ CMA? വാർത്തയെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസം എഴുതി പിടിപ്പിച്ച് നമ്മളെയൊക്കെ നാട്ടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ ചില പത്രക്കാര്. എന്റെ കർത്താവേ, കാണാതായി പെണ്ണുണ്ടല്ലോ, ഇവളാള് മഹാ കുഴപ്പക്കാർത്തിയല്ലായിരുന്നോ? അല്ല, CM-നും എനിക്കൊക്കെ ആയിട്ട് കുറെ പണി വന്നിട്ടുള്ളവളാ ഇവള്. എൻക്വയറി ഏതെങ്കിലും ഒരു തോലനെ പിടിച്ചേൽപ്പിക്കാമെന്ന് വെച്ചാൽ അവിടെയും ഉണ്ട് ഈ പത്രക്കാർക്ക് ഡിമാൻഡ്സ്. അന്വേഷണം ഇയാൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന്. ഇയാൾ ഇപ്പൊ അന്വേഷിക്കുന്ന വർമ്മയുടെ കൊലപാതക കേസുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന പത്രക്കാർക്കിടയിലെ സംസാരം. അതുകൊണ്ട് മാഞ്ഞുരാനെ, ഞാൻ ഈ കേസ് കൂടി എടുത്ത് ഇയാളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കാൻ പോവുക. ഇതോടെ പത്രക്കാരുടെ സൂക്കേട് തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അവരോട് ഇനി ഒരു ചർച്ചയ്ക്കില്ല. കേസ് അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. പറഞ്ഞൊതുക്കി കൺവീൻസ് ചെയ്തൊന്ന് ശാന്തരാക്കണം. ശ്രമിക്കാം സർ. ശ്രമിച്ചാ പോരാ, നടക്കണം, നടക്കും. ശക്തമായ ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ തനിക്കുള്ള പ്രാഗൽഭ്യം മറ്റാർക്കുണ്ടോ? ഫയർ അല്ലേ, ഫയർ. കുഞ്ഞെ ചന്ദ്രശേഖരോ, ഞാൻ നോക്കിയിട്ട് തനിക്കിത് ഈസി കേസാ. ഈ കാണാതായ പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ ലെപ്പായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുങ്ങളെ വീട്ടിലറിയാതെ ഒളിച്ചോടി വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ കറങ്ങി 2-3 ആഴ്ച കഴിയുമ്പോൾ താനെ ഇങ്ങ് തിരിച്ചു വരും. സാറ് പറയുന്നത് പോലെ ഒരു പെൺകുട്ടി അല്ല സുഹറ അഹമ്മദ്. സാറും CM ഒക്കെ സുഹറയുടെ വാപ്പയെ അറിയും. അഹമ്മദ് സാഹിബ്, വിവേകം അഹമ്മദ് സാഹിബ്. കഷ്ടിച്ചൊരു പരിചയം ഉണ്ടായിരുന്നു അയാൾ ആ വിവേകം പത്രം നടത്തിയിരുന്ന കാലത്ത്. അല്ല, അങ്ങനെ കഷ്ടിച്ചുള്ള ഒരു പരിചയമായിരുന്നില്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. പുത്തൻ ആശയങ്ങളും പുത്തൻ സ്വപ്നങ്ങളും പുത്തൻ മൂല്യങ്ങളും പ്രവർത്തകർക്ക് പകർന്നുകൊടുത്ത് പാർട്ടിക്കുള്ളിൽ പ്രശസ്തിയും പദവിയും അങ്ങ് പിടിച്ചെടുത്ത കാലം. സാറിന്റെ ജനപ്രീതി കണ്ട് അമ്പരന്നു പോയ ചിലർ ചില ചതി പ്രയോഗങ്ങളിലൂടെ ഒറ്റപ്പെടുത്തി അങ്ങേ. അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയ സാറിനെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് സാഹിബിന്റെ വിവേകമുള്ള വാക്കുകളായിരുന്നു. സാർ അത് മറന്നുപോയ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മുന്നണി രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ ഏറ്റവും സൂത്രശാലിയായ സൂത്രധാരൻ എന്ന വിശേഷണം അങ്ങേക്ക് ആദ്യമായി ചാർത്തി തന്നതും അഹമ്മദ് സാഹിബായിരുന്നു. ഇൻ ആൻ എഡിറ്റോറിയൽ റിട്ടൺ ഇൻ 1985. സാർ അതും മറന്നുപോയോ? ഒടുവിൽ 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത താങ്ങാൻ ത്രാണിയില്ലാതെ വിവേകമെന്ന നട്ടലുള്ള പത്രം അടച്ചുപൂട്ടേണ്ട ഗതി വന്നപ്പോ ആ നഷ്ടം നികത്താനോ കടമെഴുതി തള്ളാനോ ഒരു കൈ സഹായിക്കാതെ ആശ്വസിച്ച് നെടുവീർപ്പിടുകയായിരുന്നു നിങ്ങൾ. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ. അക്ഷരത്തെ മാനിക്കുന്നവരെല്ലാവരും ഇന്നും നന്ദിയോടെ സ്മരിക്കുന്ന അഹമ്മദ് സാഹിബിന്റെ തീയുള്ള ചോര ഞരമ്പിലോടുന്ന മകളാണ് സർ സുഹറ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഇപ്പൊ കാമുകനുമൊത്ത് രഹസ്യമായി മധുവിധു ആഘോഷിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന സുഹറ അഹമ്മദ്. ആനപ്പുറത്ത് കയറിയ മഹിമത് അന്തയ്ക്കുണ്ടെന്ന് വെച്ച് മോളുടെ അവിടെയും തഴമ്പ് കാണുമെന്ന് പറയുന്ന തന്റെ ന്യായമുണ്ടല്ലോ, അതെനിക്ക് തീരെ മനസ്സിലാവില്ല സർ. സാറിനോ സാറിന്റെ മകൻ യുവതുർക്കി ജേക്കബ് വർക്കിക്കോ ആ ന്യായം തീരെ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ശരീരത്തിലോടുന്ന ചോരയ്ക്ക് തനിമയും ശുദ്ധിയും വേണം. പച്ച മലയാളത്തിൽ തെളിച്ചു പറഞ്ഞാൽ നല്ല അപ്പനുണ്ടാവണം. CMA ഇവൻ ചന്ദ്ര, CMA ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇയാൾ എന്നെ അവഹേളിക്കുന്നത് ഒരുമാതിരി മറ്റേ വർത്താനം. നിർത്തിക്കേ. താൻ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ ചന്ദ്രശേഖര. പേഴ്സണൽ സ്റ്റാഫിലെ വിശ്വസ്തർ പോലും അറിയാതെ ജപ്പാൻ പര്യടനം കഴിഞ്ഞ് രഹസ്യമായി കൊച്ചിയിൽ വിമാനമിറങ്ങിയ മിനിസ്റ്റർ വർക്കിച്ചൻ നേരെ ചെന്നപ്പെട്ടത് സുഹറയുടെ മുന്നിലായിരുന്നു. ബൈ ഷീർ ചാൻസ്. മന്ത്രിയുടെ തിരിച്ചുവരവ് നിമിഷങ്ങൾക്കകം ഏഷ്യ വിഷനിലൂടെ സുഹറ റിപ്പോർട്ട് ചെയ്തു. അന്ന് രാത്രി 8:30യോടെയാണ് മിനിസ്റ്റർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. MP ജോൺ വർഗീസിന്റെ പെജ്ജേറോ. റൈറ്റ്? സോ വിമാനമിറങ്ങി 5 മണിക്കൂർ കൊച്ചിയിലുണ്ടായിരുന്ന മിനിസ്റ്ററുടെ പേഴ്സണൽ ബിസിനസ് എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. സുഹറെ പോലെ ഡ്രൈവും പാഷനുമുള്ള ഒരു ജേർണലിസ്റ്റ് അത് അന്വേഷിക്കും, സ്വാഭാവികം. And now this. ഇന്നലെ രാവിലെ 7:05 എന്റെ മൊബൈലിൽ സുഹറ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അന്ന് വൈകുന്നേരം 5 മണിക്ക് എന്നെ നേരിൽ കണ്ട് എന്തോ സുപ്രധാന വിവരം കൈമാറാനുണ്ടെന്ന്. സർ, ഒരു മാധ്യമ പ്രവർത്തക ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് എന്താണ്? ഇൻഫർമേഷൻ, വൈറ്റൽ ഇൻഫർമേഷൻ. അത്രയ്ക്ക് വിലപിടിച്ച ഇൻഫർമേഷൻ ഒരു പോലീസ് ഓഫീസർക്ക് കൈമാറുന്നതിന് മുമ്പ് അത് സ്വന്തം ചാനലിലൂടെ പുറത്തറിയിക്കാൻ ശ്രമിക്കും സുഹറയെ പോലെ സാമർഥ്യമുള്ള ഒരു ജേർണലിസ്റ്റ്. മന്ത്രിയുടെ തിരിച്ചുവരവ് റിപ്പോർട്ട് ചെയ്ത് അതേ ചടുലതയോടെ. പക്ഷെ അതിനുള്ള സമയവും സാവകാശവും അവർക്ക് കിട്ടിയില്ല. She just vanished into thin air.
അങ്ങനെ പലയിടത്തായി ചിതറിക്കിടക്കുന്ന പത്തും പലതും കൂട്ടി വായിച്ചുണ്ടാക്കുന്ന കഥയ്ക്ക് ഒരു വമ്പൻ പൊളിറ്റിക്കൽ ക്രൈമിന്റെ ചൂടും ചൂരുമുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ദ ലോജിക്കൽ കൾമിനേഷൻ ഓഫ് എ വിഷ്യസ് സീക്വൻസ്. ഏത് കേസും മിനിറ്റുകൾ കൊണ്ട് തെളിയിക്കുന്ന തന്റെ പാടവത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെയും അത് അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർ, വർമ്മയുടെ കേസിൽ മാഞ്ഞുരാന് ഞാനൊരു സമയപരിധി നൽകിയിട്ടുണ്ട്. സർ. 14 ദിവസം. അതിലിനി 9 ദിവസം കൂടി ബാക്കിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആ പിന്നെ മാഞ്ഞുരാൻ, സർ. വർമ്മയുടെ കേസും ഈ പെണ്ണിന്റെ മിസ്സിങ്ങും ഒക്കെ കൂടി ഇപ്പോഴത്തെ മാൻ പവർ വെച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരാളെ കൂടി ഞാൻ ഇന്നു മുതൽ ഇയാളുടെ ടീമിൽ ഇട്ടിട്ടുണ്ട്. സർ, അത് DYSP ജോസഫ് പോത്തൻ. ബട്ട് സർ, അയാളുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല സർ. കൈക്കൂലി വാങ്ങിച്ചതിന് കഴിഞ്ഞ 2 വർഷമായി സസ്പെൻഷനിലായിരുന്നു അയാൾ. ഇതുപോലൊരു ടീമിൽ അയാളെന്ന് പറയുമ്പോൾ he will be a rotten pie. എന്റെ പൊന്നു മാഞ്ഞൂരാനെ, ഈ കാലത്ത് കൈക്കൂലി വാങ്ങുന്നതും സസ്പെൻഷൻ കിട്ടുന്നതൊക്കെ ഒരു മഹാകാര്യമാണോ? പണ്ട് ഏതോ കേന്ദ്രമന്ത്രിയുടെ നേരെ കയ്യോങ്ങിയതും പറഞ്ഞ് ഇയാൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ സസ്പെൻഷൻ. ഓത്തരം കൂടെ ഇരിക്കട്ടെന്ന് ഇയാളുടെ കൂടെ. സർ, സർ, I want to. സർ, പ്ലീസ്. സർ, ദേണ്ടെ ഒരുമാതിരി മൊറ്റടത്തപ്പടി കാണിക്കില്ല CMA. ഇവനെങ്ങനെ കയറൂരി പിടിച്ച് നിർത്തണോ? എല്ലാ കാലവും തന്നെയൊക്കെ ചുമന്നോളാവെന്ന് ഞാൻ നേർച്ചയൊന്നും നടന്നിട്ടില്ല. ഇതിനു മുമ്പ് തന്നെ പോലെ ഒരുത്തനെ വെച്ചു പൊറിപ്പിച്ചതിന്റെ കേടും നാറ്റവും ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് താനും തന്റെ വലിയ പുള്ളി ജോൺ വർഗീസും കൂടി ആലോചിച്ച് ഇതിൽ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്തോ. ആ ചന്ദ്രശേഖരനെ പിടിച്ചു കെട്ടാമെങ്കിൽ കെട്ടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒഴിയും, വൃത്തിയായിട്ടൊഴിയും. അറിയാമല്ലോ എന്നെ ശരിക്കും. പോത്തനാണ് സാർ, ജോസഫ് പോത്തൻ. ചാർജ് എടുത്തില്ലേ? അല്ല, ഇദ്ദേഹത്തെ കണ്ടിട്ട്. യു ക്യാൻ ജോയിൻ ദി ഓഫീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, അല്ല സാർ, യെസ്. ആ കാണാതായ പെങ്കുച്ചിനെ കുറിച്ച് അവന്മാരോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് താണ്ട ഇതും കൂടി ഒന്ന് കണ്ടാട്ടെ. ഇതങ്ങോട്ട് ഇദ്ദേഹം കാണിച്ചു കൊടുക്കണം അവന്മാർക്ക്. ചടാ, ഈ ചെറുക്കനും പെണ്ണും കൂടി എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിക്കുന്നതിന് നമ്മൾ ഇവിടെ കിടന്ന് നട്ടം തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. ഇത് സംഘടിപ്പിച്ചെടുക്കാൻ പോത്തൻ കുറച്ച് കഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ട് നേരെ വിട്ടു. എങ്ങോട്ടെന്നാ? ഇതിന്റെ പബ്ലിഷർ ആരാണെങ്കിലും അവനെ എനിക്ക് വേണം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ്. അല്ല പിന്നെ ഗോ ഗെറ്റ് ഹിം ആൻഡ് ദാറ്റ്സ് യുവർ ഫസ്റ്റ് അസൈൻമെന്റ്. അല്ല സാർ, ഞാൻ പിന്നെ സാറ് പറഞ്ഞ മനസ്സിലായല്ലോ. ആ ഉവ്വ. അപ്പൊ വിട്ടോ. ചേട്ടാ, ഈശോയെ, വന്ന വഴി ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കിയതാ, കേട്ടില്ല, കുരിശാകുകയും ചെയ്തു. ഇനി ഇവനെ എവിടെ പോയി? നമസ്കാരം. എന്നാടാ? മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗ്രാൻഡ് ഫാദറിനെ എനിക്കറിയാം. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നമ്മുടെ പോലീസ് ഫോഴ്സിലെ ഏറ്റവും പ്രഗത്ഭനായ ഓഫീസറായിരുന്നു മുത്തച്ഛൻ. യു ആർ നെയ്മഡ് ആഫ്റ്റർ ഹിം, അല്ലേ? വായിച്ചും കേട്ടുമുള്ള എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ മുത്തച്ഛന് ഈ കൊച്ചുമനെ കുറിച്ച് അഭിമാനിക്കാം. അടുത്ത തലമുറ സൽപ്പേര് നിലനിർത്തുന്ന പോലൊരു ഭാഗ്യം മറ്റൊന്നില്ല. സുഹറയെ കുറിച്ചും എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. എനിക്ക് സാധിക്കാതെ പോയതൊക്കെ അവക്ക് കഴിയുമെന്നൊരു തോന്നൽ. സാഹിബ്, സുഹറയ്ക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും അറിയാം. പക്ഷേ സുഹറയെ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേ പറ്റൂ. യു മേ പ്ലീസ്. താങ്ക് യു സർ. മിസ്സിംഗ് ആയതിന് തലേനാൾ രാത്രി എത്ര മണിക്കാണ് സുഹറ വീട്ടിലെത്തിയത്? 11:15. എന്നും വരുമ്പോ അത്രയും ലേറ്റ് ആവാറുണ്ടോ? ഞങ്ങൾ തമ്മിൽ അതേ ചൊല്ലി സ്ഥിരമായി വഴക്കിടാറുണ്ട്. അന്ന് കിഷോറാണോ സുഹറയെ ഡ്രോപ്പ് ചെയ്തത്? അതെ. അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അല്ലേ? സാർ ചോദിച്ചതിന്റെ ഇംപ്ലിക്കേഷൻസ് എനിക്ക് മനസ്സിലായി. യെസ്, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞില്ലെങ്കിലും വാപ്പിച്ചോട് അവള് പറഞ്ഞേനെ. ഞാനും അവളും അടുത്ത കൂട്ടുകാരെ പോലെയാ. പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ല. അന്ന് സുഹറ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിലും മിസ്സാകാതെ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ സുബൈദയ്ക്ക്? യെസ്. എന്നാ ഒരു സന്തോഷ വാർത്ത കേട്ടോളൂ. അയാൾ ചിലപ്പോ നാളെയോ മറ്റന്നാളോ രാജിവെച്ചേക്കും. Rather he will be thrown out of power. റവന്യൂ മിനിസ്റ്റർ വർക്കിച്ചൻ 2 ദിവസത്തിനകം രാജിവെച്ചേക്കുമെന്ന് സുഹറ പറഞ്ഞു. അതേപ്പറ്റി കൂടുതലൊന്നും സുബൈദ ചോദിച്ചില്ല? ഇല്ല, അവൾ വെറുതെ എന്നെ ഇളക്കാൻ പറഞ്ഞതായിരിക്കുമെന്നാ അപ്പൊ ഞാൻ വിചാരിച്ചത്. ഓക്കെ. സുഹറ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സാഹിബിനെ മുറിയിൽ വന്ന് കണ്ടപ്പോ വർക്കിച്ചനെ കുറിച്ച് എന്തെങ്കിലും റെഫറൻസ് നടത്തിയിരുന്നോ? ഇല്ല. പിന്നെന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ബാപ്പച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അഹമ്മദ് സാഹിബിന്റെ മകളാ ഞാൻ. ബാപ്പച്ചിയുടെ ലെഗസി
പാരമ്പര്യം. അത് കിട്ടിയിട്ടുള്ള മകൾ. അന്ന് സുഹറ ഉറങ്ങിയപ്പോ എത്ര മണിയായി കാണും? എനി ഗസ്? 12 മണിക്ക് ഞാൻ എന്റെ റൂമിലേക്ക് പോകുമ്പോഴും അവൾ റൂമിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യായിരുന്നു. പോയി ഉറങ്ങാൻ പറഞ്ഞപ്പോ അർജന്റായി ഒരു മെയിൽ അയക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കിടക്കാന്ന് പറഞ്ഞു. Where's the room? അന്ന് രാത്രി അത്രയും വൈകി ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന ഒരു മെയിൽ സുഹറ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിലും സുഹറയുടെ ഡിസപ്പിയറൻസും തമ്മിൽ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാവും. എന്താണ് സുഹറയുടെ മെയിൽ ഐ ഡി? suhra_ahmad@hotmail.com. Her password? No idea. ആരാണ് സുഹറയുടെ ഫേവറേറ്റ് എഴുത്തുകാരൻ? ഇറ്റാലോ കാൽവിനോ. ഇറ്റാലോ കാൽവിനോ. Oops. വാപ്പിച്ചി. Bullshit. വാപ്പിച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അഹമ്മദ് സാഹിബിന്റെ മകളാ ഞാൻ. വാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം, അത് കിട്ടിയിട്ടുള്ള മകൾ. വാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം, വാപ്പച്ചിയുടെ ലെഗസി. Legacy. Yes. ബ്ലൂ ഡയമണ്ട് ഇൻകോർപ്പറേറ്റഡ് എന്ന ടോക്കിയോ ബേസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പേരും വിലാസവും അന്വേഷിച്ച് സുഹറ ജാപ്പനീസ് എംബസിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വൈകാതെ അറിയിക്കാമെന്ന് ജാപ്പനീസ് എംബസി റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് സുബൈദയ്ക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല, ഇങ്ങനൊരു ഫേമിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. But Blue Diamond Incorporated holds the key.